യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലെ വരെയും നിയോഗ പ്രാർത്ഥന ഉപവാസത്തോടെ ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് ഇന്ന് മുതൽ ആരംഭിക്കുവാണ്. നിയോഗ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ചേർന്ന് നിൽക്കുന്ന, ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും, നിങ്ങൾ ആരായിരുന്നാലും എവിടെയായിരുന്നാലും ഏറ്റവും ആത്മാർത്ഥതയോടെ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ചെയ്യുന്ന ഓരോ തുടക്കങ്ങളും വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും. പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹത്തോടെ ചെയ്യുന്നതൊരു ചെറിയ തുടക്കമായിരിക്കും, പക്ഷെ അത് വലിയ അനുഗ്രഹത്തിലേക്ക് കാരണമാവും. എല്ലാ ദിവസവും ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കുന്നത് ആ ദിവസത്തിന് വേണ്ട മുഴുവൻ നന്മകളാണ് ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന് സമ്മാനിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന, ഈ വചനം അയച്ചു കൊടുക്കുന്ന, ഈ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ആ വീടിനെ, ആ വ്യക്തിയെ, ആ ഭവനത്തിലുള്ള എല്ലാവരെയും, ആ വീടിരിക്കുന്ന സ്ഥലത്തെയും അതിൻ്റെ ഓരോ മുറികളെയും ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട്, ഈ വചനത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന വ്യക്തിയിലും ആ വചനം മുഴങ്ങുന്ന വീട്ടിലും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകണമേ. ദൈവീക സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ട് ഉയരണമേ. ഒരനർത്ഥവും ഈ വ്യക്തിയിലോ കുടുംബത്തിലോ സംഭവിക്കരുത്. ഒരു ദോഷവും വരരുത്, ഒരു തിന്മയും ഉണ്ടാകരുത്, ഒരനർത്ഥവും ഉണ്ടാകരുത്. ആ എല്ലാ കാര്യവും അനുഗ്രഹമായിട്ട് വരും. ഇന്ന് നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം ശ്രദ്ധിക്കാം. ഈ വചനം പറയുമ്പം സാമർഥ്യമുള്ളവരെ അല്ല ദൈവം അനുഗ്രഹിച്ചത്, സമർപ്പണമുള്ളവരെയാണ്. സാമർഥ്യമുള്ളവരൊക്കെ വലിയ കഴിവുള്ളവർ, സാമർഥ്യം, കഴിവുണ്ട്, ബലമുണ്ട്, ശക്തിയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ അഭിമാനിച്ചവർ, അവർ ചെയ്യുന്നതിൻ്റെ 10 മടങ്ങു ചെയ്യാൻ സമർപ്പണമുള്ളവരെ ദൈവം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു വാക്യം വായിക്കാം. ഓരോ വചനം കേൾക്കുമ്പോൾ മറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, അതാ സമർപ്പണം. അത് സാമർഥ്യമല്ല, അത് സമർപ്പണമാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മോശ പറയുന്നു, എനിക്ക് സാമർഥ്യമില്ല, എനിക്ക് പറയാൻ പോലും അറിയില്ല, സാമർഥ്യമില്ല. ദൈവം പറഞ്ഞു, നിന്റെ സാമർഥ്യമല്ല വേണ്ടത്, സമർപ്പണമാണ്. 1-ാം വാക്യം വായിക്കട്ടെ. പുറപ്പാട് 4:10. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല, എനിക്ക് പറയാൻ പോലും അറിയില്ല, എനിക്ക് 4 പേരുടെ മുമ്പിൽ സംസാരിക്കാൻ അറിയില്ല, എന്നെ കൊണ്ട് അതിനുള്ളൊരു കഴിവില്ല, എൻ്റെ സംസാരം തന്നെ പൊട്ടയാണ്, ഞാൻ പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്യും? അങ്ങ് ദാസനോട് സംസാരിച്ച ശേഷവും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല, ഒരനുഗ്രഹവും ആ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. നാവ് തടസ്സമാണ്, ഉദ്ദേശിച്ച കാര്യം പറയാൻ പറ്റത്തില്ല, വിട്ടുവിട്ടു പോവും. അത് പലരുടെയും കളിയാക്കലിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. നാവിന് തടസ്സമുള്ളവൻ. ചില ആളുകൾ പറഞ്ഞു നാവ് തടിച്ചവനായിരുന്നു എന്ന്. നാവ് തടിച്ച ആളായിരുന്നു, സംസാരിക്കാൻ കറക്റ്റ് കഴിയില്ലായിരുന്നു എന്ന്. എന്തോ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നാവിന് തടസ്സമുണ്ടായിരുന്നു. 11-ാമത്തെ വാക്യം, കർത്താവ് അവനോട് പറഞ്ഞു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും.
ഹല്ലേലൂയ. ഇത് നോക്കൂ, ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ട ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. സഹായിക്കും, പഠിപ്പിച്ചു തരും. എന്നെ കേൾക്കുന്ന നിങ്ങൾ പല കാര്യങ്ങളിലും കഴിവില്ലല്ലോ, എനിക്കത് പഠിക്കാൻ പറ്റുമോ, എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ, ആ പരീക്ഷയ്ക്ക് ഞാൻ പാസ്സാകുമോ, സാമർഥ്യമുള്ളവരെ അല്ല. നിനക്ക് നിന്നെ തന്നെ സമർപ്പിക്കാൻ കഴിയുമോ? ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിനക്ക് പഠിപ്പിച്ചു തരും. പഠിപ്പിച്ചു തരും. അധ്യാപകനെ പോലെ, അറിവുള്ള ഗുരുക്കന്മാരെ പോലെ ചില കാര്യങ്ങൾ ദൈവം നിന്നെ പഠിപ്പിച്ച് നിന്നെ സഹായിക്കും. മോശയുടെ ജീവിതം പറയാൻ സമയമില്ല, എങ്കിലും ഓർത്തോ, മോശ ഒരു അത്ഭുതമായി മാറി. രാജകൊട്ടാരങ്ങളിൽ ഇരിക്കുന്ന രാജാക്കന്മാർ വരെ ഭയപ്പെടുന്നൊരു വ്യക്തിത്വമായി മാറി, പേടിക്കുന്ന ഒരാളായി മാറി. മോശയുടെ മുമ്പിൽ രാജാക്കന്മാർ വരെ മുട്ടുവിറച്ചു, ഭയപ്പെട്ടു. മോശ ഒരു അത്ഭുതമാക്കിയത് സാമർഥ്യമല്ല, മോശയ്ക്ക് ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. എനിക്കും നിങ്ങൾക്കും സാമർഥ്യം ചിലപ്പോൾ കുറവായിരിക്കും. നമ്മളെക്കുറിച്ച് പലരും പറയില്ലേ, ഒരു കഴിവില്ലാത്തവനാണ്, ഒരു കഴകത്തില്ലാത്തവനാണ്. അതൊക്കെ കേട്ട് ഡൗണായി ഡെസ്പായിട്ടിരിക്കില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ സാമർഥ്യമൊന്നും ഇല്ലേലും സമർപ്പണമുണ്ടോ, നീ ഒരു അത്ഭുതമായി മാറും. സമർപ്പണം നിന്നെ അത്ഭുതമാക്കി മാറ്റും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കഴിവില്ലല്ലോ, അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ഭയങ്കര കഴിവുണ്ട്, മാർക്കുണ്ട്, ഭയങ്കര ഷൈനിങ് ആണ്, എൻ്റെ കൊച്ചിന് ഭാഗ്യമില്ല. അവരോട് പറ, ദൈവസന്നിധിയിൽ നിനക്ക് നിന്നെ തന്നെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ദൈവം ആ കൊച്ചിനെ സഹായിച്ചോളും. ദൈവം അവനെ പഠിപ്പിച്ചോളും. നിന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ മുന്നിൽ നിർത്താൻ ദൈവത്തിന് പറ്റൂന്നേ. ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ മുന്നിൽ നിൽക്കാൻ ഒരിക്കലും പറ്റൂലെന്നാ ഇപ്പോഴത്തെ കഴിവ് കണ്ട് നിനക്ക് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ ഒരുപാട് മുമ്പിൽ നാളുകളിൽ ദൈവം നിന്നെ നിർത്തും. സാമർഥ്യമല്ല വേണ്ടത്, സാമർഥ്യം വേണ്ടെന്നല്ല കേട്ടോ, സാമർഥ്യത്തെക്കാൾ വേണ്ടത് ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട ഈ വ്യക്തികളെ സമർപ്പണമുള്ളവരാക്കി മാറ്റണമേ. ദിവസവും വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ സമർപ്പിക്കുക, ആ വചനം ഏറ്റെടുക്കുക. ലൈഫ് അനുഗ്രഹമായിട്ട് വരും, വിജയമായിട്ട് വരും. ഒരു സാക്ഷ്യം പറയാൻ ഇടവരും. എന്ന് പറയട്ടെ, ഈ കുടുംബത്തിനകത്ത് ഈ സമർപ്പണത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നവരെ, ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വീട് അനുഗ്രഹിക്കപ്പെടണം, ഈ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടണം, ഈ കുടുംബത്തിനകത്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കണം, നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരണം, ദൈവാനുഗ്രഹമായിട്ടത് വരണം. എങ്ങനെയും വരണ്ട, ദൈവം തന്നതൊക്കെ മതി. ദൈവം തരാത്ത ഒന്നും എത്ര വിലയുള്ളതായാലും വേണ്ട, ദൈവം തരുന്നതൊക്കെ മതി. ദൈവം തരാത്തത് വലിയ നല്ലതായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇപ്പോൾ ഇച്ചിരി വിഷമമുണ്ടെങ്കിലും വിശ്വസിച്ചോ, ദൈവം തരുന്നത് നിനക്ക് മതി. അതിച്ചിരി കുറവായാലും അതിലായിരിക്കുന്ന ആളുകളിൽ നിൻ്റെ സന്തോഷമുള്ളത്, നിൻ്റെ ഐശ്വര്യമുള്ളത്. ദൈവം തരാത്തതിനെ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഭയങ്കരമായി കൊതിയോടെയൊക്കെ കാണും, കിട്ടിയായിരുന്നെങ്കിലെന്ന് ചിന്തിക്കും. ദൈവം തരാത്തതൊന്നും, അത് ശുശ്രൂഷയായാലും പണമായാലും വ്യക്തിയായാലും മണ്ണായാലും, ദൈവം തരാത്ത മാണിക്യമായാലും എനിക്ക് വേണ്ട. ദൈവം തരുന്നതൊക്കെ മതി, ദൈവം തരുന്നത് മതി. എനിക്കതിൽ സന്തോഷം, അതിൽ ഞാൻ ഹാപ്പിയാണ്, അതിൽ ഞാൻ സംതൃപ്തനാണ്. കർത്താവേ, എനിക്ക് നീ തരുന്നതൊക്കെ മതി. ഒന്നും പിടിച്ചു മേടിക്കാനോ വാശി പിടിച്ചു മേടിക്കാനോ ഒന്നും ഞാൻ വരികയുമില്ല. ഈ പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന അനുഗ്രഹം എനിക്ക് സന്തോഷമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. മാതാപിതാക്കൾ, യുവതീവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ഓർക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ. ഒരാളും നഷ്ടപ്പെട്ടുവെന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാളും തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാളും പരാജയപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാളും ചതിക്കപ്പെട്ടുവെന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാളുടെ സമ്പത്തോ ജീവിതമോ ഭാവിയോ ആരോഗ്യമോ വേറൊരാൾ ചതിച്ചുകൊണ്ടേ കുഴിയിലിട്ടു എന്ന് അറിയാനോ കേൾക്കാനോ ഇടയാകരുത്, സംഭവിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.